Meet the editors. തിരുത്തേണ്ടത് പാർട്ടിയോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ ആദ്യം എം വി ജയരാജൻ പറയുന്നു തെറ്റ് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരികെ വരാം വിമത MLA-മാർക്ക്. ടി കെ ഗോവിന്ദനെ ഉദ്ദേശിച്ച് വി കുഞ്ഞികൃഷ്ണൻ, പ്രധാനമായിട്ടും ഇവർ രണ്ടുപേരെയുമാണ്, പിന്നീട് ജി സുധാകരനെയും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. എന്നാൽ തൊട്ടു പിന്നാലെ ഗോവിന്ദൻ മാഷു എന്ന് പറയുന്നു അവർ വർഗവഞ്ചകരാണ് എന്ന നിലപാട് ആവർത്തിക്കുന്നു. പാർട്ടി PB തലം വരെ പരാജയത്തിൻ്റെ കാരണവും തെറ്റുതിരുത്തൽ രേഖയും പരിശോധിച്ചതിന് ശേഷമാണ് എം വി ഗോവിന്ദൻ മാഷു എന്ന് വീണ്ടും ഇവരെ വർഗവഞ്ചകരെന്ന് വിളിക്കുന്നത്. വർഗവഞ്ചകരെന്ന് വിശേഷിപ്പിച്ച 3 പേരെയും ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് അവരവിടെ നിയമസഭയിലിരിക്കുന്ന MLA-മാരാണ്. വർഗവഞ്ചകരെന്ന് വിശേഷിപ്പിച്ചവരിൽ പലരും പരാജയപ്പെട്ട് വീട്ടിലിരിപ്പുമാണ്. ഇതാണ് അവസ്ഥ. പക്ഷേ അപ്പോഴും പാർട്ടിയല്ല തിരുത്തേണ്ടത് ഇവരാണ് എന്നാണ് പാർട്ടിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് പാർട്ടിയോ? പാർട്ടി തെറ്റ് തിരുത്തണം എന്ന് പാർട്ടിയിലെ CPIM-ലെ ഏതാണ്ട് ഒട്ടുമിക്ക പ്രവർത്തകരും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള നേതാക്കളുമൊക്കെ തന്നെ പല ചർച്ചകളിൽ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ CPIM പോളിറ്റ് ബ്യൂറോയിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന ഘടകം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഏതെങ്കിലും നേതാക്കൾക്ക് ഉത്തരവാദിത്വം എന്ന് പറയാതെയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്, ആ റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചില്ല. ഉത്തരവാദിത്തം എന്നത് കൃത്യമായി രേഖപ്പെടുത്തണം എന്നാണ് പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും ഈ വിഷയത്തിൽ ചർച്ച വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ പാർട്ടി CPIM-ന് പറ്റിയ തെറ്റെന്താണ് എന്നത് ഗൗരവമായി പരിശോധിക്കും എന്നാണല്ലോ CPIM നേരത്തെ വ്യക്തമാക്കിയത്. സ്വതന്ത്രമായി എല്ലാവർക്കും തുറന്ന് പറയാനുള്ളത് തുറന്ന് പറയാം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ആഹ്വാനം ചെയ്യുകയും ആ നിലയിലായിരുന്നു എല്ലാ തലങ്ങളിലും ചർച്ച നടന്നത്. അവിടെയൊക്കെ തന്നെ ഉയർന്ന വിമർശനങ്ങൾ എന്താണ് എന്നത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഗുരുതരമായ പിഴവ് പറ്റി എന്ന് എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഉയർന്ന ചോദ്യം ആർക്കാണ് തെറ്റുപറ്റിയത് എന്നാണ്. അപ്പോൾ ഇന്ന് എം വി ജയരാജനാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ എം വി ജയരാജൻ പറയുകയാണ് തെറ്റ് തിരുത്തിയാൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഈ MLA-മാർക്ക്, അതായത് പി കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, അതുപോലെ തന്നെ ജി സുധാകരൻ്റെ പേര് പറഞ്ഞിട്ടില്ല, 3 പേർക്കും വേണമെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്ന് എം വി ജയരാജൻ പറയുകയാണ്. തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്ന് പറയുന്നു അവർ വർഗവഞ്ചകരാണ് എന്ന് പറയുകയാണ്. എങ്ങനെ ദഹിക്കും ഈ വാക്കൊക്കെ നമ്മുടെ തലമുറയ്ക്ക് എന്നത് കാത്തിരുന്ന് കാണണം. വർഗവഞ്ചകരാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ്. പിന്നീട് ആ മുൻപ് പറഞ്ഞ നിലപാട് എം വി ജയരാജൻ മയപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. ഇന്ന് ശക്തമായ മറുപടിയാണ് ടി കെ ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. ആരാണ് വർഗവഞ്ചകർ? ആരാണ് പാർട്ടിയിൽ അധികാരമോഹമുള്ളവർ? ആർക്കാണ് തെറ്റുപറ്റിയത്? പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് എന്ന് പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തിരുത്തുന്നത്? ഇത് ടി കെ ഗോവിന്ദൻ ചോദ്യം ചെയ്യുകയാണ്, പി കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വീണ്ടും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുകയാണ് കേരളത്തിൽ CPIM എന്നതാണ് എൻ്റെ നിലപാട്. CPIM ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും നീങ്ങുന്നു. തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. തെറ്റുപറ്റിയാൽ അത് കൃത്യമായി വിശകലനം കൊണ്ട് തിരുത്തുക എന്ന് പറയുന്നത് CPIM-ന്റെ അടിസ്ഥാന തത്വമാണ്. അങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പാർട്ടിയെ ശക്തിപ്പെടുത്താനാകൂ എന്ന് ഒരുപാട് തവണ EMS അടക്കമുള്ളവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 2015 കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ട് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മാർക്സിസ്റ്റിൽ എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ്. കോമ്പാറ്റിംഗ് സബ്ജക്റ്റിവിസം എന്ന് പറയുന്ന ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് സീതാറാം യെച്ചൂരി പറയുന്നുണ്ട്, the cause of the communists is cause of the people. No matter how correct our program and policies may be, they cannot be put into effect without direct support and sustained struggle of the people. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ പരിപാടിയും നയങ്ങളും പാർട്ടി ലൈനും പാർട്ടിയുടെ നയങ്ങളുമൊക്കെ തന്നെ എത്രത്തോളം ശരിയാണെങ്കിലും അതിന് ജനങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ പിന്നീട് ആ നയങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ദ ടെൻഡൻസി ലീഡ്സ് ടു എ ഡേഞ്ചറസ് ഫിനോമിനൻ ഓഫ് റിപ്പോർട്ടിംഗ് ഫ്രം ലോവർ ലെവൽ ബീയിങ് ഗൈഡഡ് ബൈ വാട്ട് ദ ലീഡർഷിപ്പ് വാണ്ട് ടു ഹിയർ rather than giving a proper
ഡിസ്ക്രിപ്ഷൻ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. യഥാർത്ഥ വസ്തുത എന്താണോ എന്നത് പറയാതെ നേതൃത്വത്തിന് താല്പര്യമുള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അതാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതായത് നേതൃത്വത്തിന് എന്താണോ താല്പര്യമുള്ളത് ആ രീതിയിൽ താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവണത പാർട്ടിയിൽ ഉണ്ടാകുന്നുവെന്ന് 2011 കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലീഡർഷിപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു ലീഡർഷിപ്പ് CPIM-ൻ്റെ ആയാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആയാലും ഒരു ലീഡർഷിപ്പ് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് അന്തരിച്ച CPIM-ൻ്റെ മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ 2015 കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ EMS അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി വിശകലനം നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് വലിയൊരു പരാജയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന CPIM കേരളത്തിൽ ഇപ്പോഴും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് ചില വ്യക്തി താല്പര്യങ്ങളാണ് എന്നത് CPM-നകത്ത് കൃത്യമായ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വ്യക്തി താല്പര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പയ്യന്നൂരിൽ P. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ കടുംപിടുത്തമായിരുന്നു. അവിടെ TI മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നത് പാർട്ടിയുടെ കടുംപിടുത്തമായിരുന്നു. അവിടെ TA മധുസൂദനൻ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവിടെ P. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു. അത് P. കുഞ്ഞികൃഷ്ണൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിലപാടിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. KK ശൈലജയുടെ കാര്യത്തിൽ എന്തിനാണ് അവരെ അവിടെ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത്? മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് എന്ത് ന്യായീകരണമാണ് ഈ വിഷയത്തിൽ പറയുന്നത്? സുധാകരൻ്റെ കാര്യം വിടാം. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്, അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPIM എടുത്തിട്ടുള്ള തീരുമാനം. അതുപോലെ തന്നെ പേരാവൂരിൻ്റെ കാര്യത്തിൽ KK ശൈലജയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ, ഒരു പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് സംഘടനാപരമായ കാര്യങ്ങൾ, സംഘടനാപരമായ വീഴ്ച. രണ്ടാമത്തേത് ആശയപരമായ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിൽ എന്ത് മാറ്റമാണ് CPIM നേതൃത്വം കേരളത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാപരമായ കാര്യത്തിലാണെങ്കിൽ നോക്കൂ, സംഘടനാപരമായ കാര്യത്തിൽ വലിയ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് റിപ്പോർട്ടിൽ അതേപോലെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നപ്പോഴും നേതൃമാറ്റം എന്നത് സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചയുമില്ല. അങ്ങനെ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു എന്ന ഒരു ഫാക്ട് അതേ രീതിയിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതിന് കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമായ വിമർശനം ആ വിഷയത്തിൽ നേരിടാൻ പോവുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് നയപരമായ വിഷയം. അപ്പോൾ നയപരമായ കാര്യത്തിൽ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണത് വിലയിരുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ആ തെറ്റ് തിരുത്താൻ പോകുന്നത്? എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ റിവ്യൂ ചെയ്തിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്, പരിശോധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ജനങ്ങൾക്ക് വ്യക്തതയില്ല. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഈ ലേഖനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ജനങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ തന്നെ വായിച്ച വരിയുണ്ട്. അതായത് നിങ്ങളുടെ ആശയങ്ങളും നയങ്ങളും എത്രത്തോളം പ്രസക്തമാണെങ്കിലും ജനങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ 10% വോട്ടാണ് കുറഞ്ഞത്. 10% വോട്ടാണ് കുറഞ്ഞത്. ആ വോട്ട് എവിടേക്കാണ് പോയത്? BJP-യിലേക്കാണ് പോയത്. BJP-യിലേക്കല്ല പോയത്, അത് UDF-ലേക്കാണ് പോയത്. അപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോഴും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. BJP വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോഴും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ചോർന്നുപോയ 10% വോട്ട് BJP-യിലേക്ക് പോകാതെ നേരെ UDF-ലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൽ, ശക്തമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്? ആ തെറ്റെങ്ങനെയാണ് തിരുത്തുക? അതാണിന്ന് TK ഗോവിന്ദനും P. കുഞ്ഞികൃഷ്ണനുമൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയാണ് ഇവിടെ തെറ്റ് തിരുത്തേണ്ടത്, പാർട്ടിക്കാണ് പിഴവ് പറ്റിയിട്ടുള്ളത്. ആ തെറ്റ് എങ്ങനെയാണ് പാർട്ടി തിരുത്താൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്.
എന്തുകൊണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങൾ CPIM-ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ CPIM-ഉം കേന്ദ്ര നേതൃത്വവും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ നൽകേണ്ടതാണ്. അതല്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിലും നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ സംഘടനാപരമായിട്ടും നയപരമായിട്ടും പാർട്ടിയുടെ പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ലൈൻ അതെന്താണ് എന്നത് കൃത്യമായി നിർവചിക്കണം. അതെന്താണ് എന്നത് കൃത്യമായി ജനങ്ങളോട് പറയണം. എന്താണ് പിഴവ് പറ്റിയത് എന്നത് കൃത്യമായി വിലയിരുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് തെറ്റ് തിരുത്തേണ്ടത് ഇവിടെ പാർട്ടി തന്നെയാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് TK ഗോവിന്ദനും അതുപോലെ തന്നെ P കുഞ്ഞികൃഷ്ണനും ചെയ്തത്. കാരണം ആ രണ്ട് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് CPM-ന് നേരെ വിരൽ ചൂണ്ടിയ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ വലിയ പിഴവുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട്, പാർട്ടിയുടെ ലൈനിൽ നിന്നുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ മാറ്റം വരണം. ആ തെറ്റുകൾ തിരുത്തി പാർട്ടി മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ നിലപാട്. തിരുത്തേണ്ടത് പാർട്ടിയാണോ, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ വിമത MLA-മാരാണോ എന്നതാണ് ചോദ്യം. മധു? തിരുത്തേണ്ടത് പാർട്ടിയാണെന്ന് ജനവിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുത്തേണ്ടത് പാർട്ടിയാണ് എന്നും അതിനുവേണ്ടി പാർട്ടിക്ക് തോൽവിയാണ് അനിവാര്യമെങ്കിൽ അത് വേണ്ടതുണ്ട് എന്നും പാർട്ടിയുടെ അണികൾ തീരുമാനിച്ചിടത്താണ്. ഞാൻ മറ്റിടങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പറയുന്ന വിമതർ ജയിച്ചു കയറിയത് അവിടെയാണ്. ആ തീരുമാനത്തിൻ പേരിലാണ് എന്നതോർക്കണം ഈ പറയുന്ന പ്രസ്താവനകൾ നടത്തുമ്പോഴെന്നാണ്. പാർട്ടി രണ്ടു തട്ടിൽ ഈ വിഷയത്തിൽ ആയിരിക്കുന്നു. MV ജയരാജൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല എന്നതേയുള്ളൂ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന CPM-ന്റെ നേതാവാണ്. അതിനോടൊപ്പം ഈ കഴിഞ്ഞ വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാൻ കണ്ണൂരിൽ നിന്ന് ഏൽപ്പിച്ചത് ആരെയാണ്? MV ജയരാജനെ ആയിരുന്നു. പലപ്പോഴും പി ജയരാജനല്ല ജയരാജൻ EP ജയരാജൻ പത്രസമ്മേളനങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് MV ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മതിയെന്ന തീരുമാനം പോലും കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളൊരു അഭിപ്രായം പറയുന്നു. അതിനിപ്പുറത്ത് പാർട്ടി സെക്രട്ടറി പറയുന്നു MV ജയരാജൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന്. പാർട്ടി ഒരു തിരുത്തലിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നേതാക്കൾ എല്ലാവരും തന്നെ ഇരുന്ന് നേതൃയോഗങ്ങളിൽ സംസാരിക്കുന്നു. അവിടെ ഉരുത്തിരിയാത്തൊരു അഭിപ്രായം MV ജയരാജൻ പറഞ്ഞതാണോ, ഉരുത്തിരിയാത്ത അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണോ എന്ന് നമുക്കറിവില്ല. ഇവരൊക്കെ പറയുന്നത് പോലെ നമ്മളാരും പാർട്ടി യോഗങ്ങളിൽ പോയി ഇരുന്നിട്ടുമില്ലല്ലോ. പക്ഷേ പാർട്ടിയിലെ രണ്ട് മുതിർന്ന നേതാക്കൾ ഇന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി എന്താണ് V കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്? എന്താണ് TK ഗോവിന്ദൻ ചോദിച്ചത്? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്നതാണ് അവരുടെ ചോദ്യം. കാരണം അവർ തെറ്റു തിരുത്തി വന്നാൽ സ്വീകരിക്കാം എന്നുള്ളതായിരുന്നല്ലോ MV ജയരാജന്റെയും പ്രതികരണം എന്ന് പറയുന്നത്. എന്തു തെറ്റാണ് അവർ ചെയ്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം വേണമല്ലോ അത് തിരുത്തി അവർക്ക് വരാനും. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് മുഖത്തടിച്ച് മറുപടി പറയുകയല്ല ചെയ്തത്. ഇത് നിങ്ങൾ വിശദീകരിക്കൂ എന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടി അവർ രാഷ്ട്രീയം പറയുന്നുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നു. ഇനി അവർ വഞ്ചകരാണ്, അവർ വർഗവഞ്ചകരാണ്, അവർ ചെയ്തത് ചതിയാണ് എന്നൊക്കെയാണല്ലോ ഇന്ന് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. അവർ UDF-ന്റെ ഭാഗമായി മത്സരിച്ചവരാണ് എന്നതുകൂടി പറയുന്നു. വിമതർ വഞ്ചകർ തന്നെ, അവർ പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്, അത് കൃത്യമായി പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പേരെടുത്ത് വിമർശിച്ചതിന് ശേഷമാണ് MV ജയരാജൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയും ചെയ്തത്. സർ, അവർ വർഗവഞ്ചകരാണ്. അവർക്ക് വോട്ട് ചെയ്തവരാരാണ്? വർഗവഞ്ചകർക്ക് വോട്ട് ചെയ്ത പാർട്ടിയുടെ കേഡർ സ്വഭാവമുള്ള അണികൾ ഏത് ഗണത്തിലാണ് അവരവരെ പെടുത്തുക? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടല്ല, നിങ്ങൾ തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ്. പാർട്ടിക്ക് തിരുത്താനൊരു തോൽവിയാണ് അനിവാര്യമെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട് എന്ന് പാർട്ടി അണികൾ തീരുമാനിച്ചിടത്താണ് അവരവിടെ തോറ്റുപോയത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും തോറ്റത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വർഗവഞ്ചകർക്ക് വോട്ട് ചെയ്ത അണികളെ നിങ്ങൾ ഏത് പട്ടികയിൽ കൊണ്ടുപോയി നിർത്തും? അവർ പാർട്ടിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്തവരാണല്ലോ. അത് പാർട്ടി വോട്ടുകളാണല്ലോ. പാർട്ടി വോട്ടുകൾ മറിച്ചു കുത്താൻ തീരുമാനിച്ച അണികളെ നിങ്ങൾ ഏത് പട്ടികയിൽ കൊണ്ടു നിർത്തും? V കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും വർഗവഞ്ചകരുടെ തലക്കെട്ടിന് താഴെ നിങ്ങൾ അവരെയും കൊണ്ടു നിർത്തുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ആർക്കാണ് അധികാരമോഹം എന്ന് ചോദിക്കുന്നുണ്ട് TK ഗോവിന്ദൻ. TK ഗോവിന്ദൻ പാർട്ടി യോഗത്തിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അങ്ങനെ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയാൻ മറ്റാരുമില്ല എന്നും TK ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പല ഘട്ടങ്ങളിൽ പല സ്ഥാനങ്ങളിലേക്ക് TK ഗോവിന്ദനെ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഗണിക്കപ്പെട്ട ഒരാൾ പാർലമെന്റ്
പാർലമെന്ററി വ്യാമോഹം വെച്ച് പുലർത്തുന്നത് ഉത്തമ കമ്മ്യൂണിസ്റ്റ് മനോഭാവമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ 1000 ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഈ അതായത് നേതൃത്വത്തിന്, നേരത്തെ സുനിൽ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത ആളുകൾ അത്തരം താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണോ അവർ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളാകാത്തത്? അതോ എല്ലാ പരിലാളനകളും കിട്ടുന്ന ആളുകൾ അത്തരം താല്പര്യങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ അങ്ങനെ ആകുന്നില്ല എന്നുണ്ട്. ടി ഐ മധുസൂദന്റെ കാര്യം ചോദിച്ചു. ഒരു തവണ ടി ഐ മധുസൂദനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഒരു അനീതി ഉണ്ടായി എന്ന് ടി ഐ മധുസൂദന് തോന്നരുത്, അല്ലെ? പാർട്ടി ഈ പറയുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്ന് അണികൾക്കും തോന്നരുത്. അങ്ങനെയുള്ള എത്രയോ അനീതി തനിക്കുണ്ടായി എന്ന് ടി കെ ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇനി പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും താഴ് ഘടകത്തിനാണ് എന്ന് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ഏറ്റവും മുതിർന്നൊരു നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഈ പാർട്ടിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിന് താഴെ വന്ന് ഒരു പോസ്റ്റ് ഒരു കമന്റ് ഇട്ട പാർട്ടിയുടെ LC സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിർഭയം അഭിപ്രായം പറയാമെന്ന് പറഞ്ഞതാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മാധ്യമ സമ്മേളനം വിളിക്കുന്നത് പോലെ അണികൾക്ക് മാധ്യമ സമ്മേളനം വിളിച്ച് അഭിപ്രായം പറയാൻ കഴിയുമോ? നിർഭയമായ അഭിപ്രായം പറയാം എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടതിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ ഇത് എന്തു തിരുത്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുന്നില്ല. ഒരു കമന്റ് ഇടുന്നത് അത്രമേൽ വലിയ പ്രശ്നമാണോ? താക്കീത് നൽകാമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇവരെന്തു തിരുത്താണ് വരുന്നത് എന്ന് എനിക്കറിയില്ല. നോക്കൂ, പയ്യന്നൂരും തളിപ്പറമ്പിലും പാർട്ടി അണികൾ മറിച്ചു കുത്തിയിരുന്നില്ല എങ്കിൽ ഇത് പാർട്ടി തിരുത്തേണ്ട ഒരു വിഷയമാണെന്ന് പാർട്ടി ചിന്തിക്കില്ല. മറ്റിടങ്ങളിലേത് സ്വിംഗ് വോട്ടുകളോ മറ്റ് ഈ വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോ അതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനം മാറ്റുന്ന ആളുകളോ എന്നു ന്യായീകരിക്കാം. ഇത് കോട്ടകളാണ്. അവിടെ പാർട്ടി വോട്ടുകളേ ഉള്ളൂ. അവർ മാറ്റിക്കുത്തിയെങ്കിൽ അതുകൊണ്ടാണ് പാർട്ടിക്ക് തിരുത്തേണ്ടതുണ്ട് എന്ന ചിന്ത തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ചരിത്രപരമായ ഒരു തെറ്റുതിരുത്തൽ പാർട്ടി ഘടകങ്ങളിൽ എടുത്തു എന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പാർട്ടി അണികളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് ഞാനതിനെ വായിച്ചത്. ഞാൻ ആ മേഖലകളിലൊക്കെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ പാർട്ടി തിരുത്തുന്നതിന് മുമ്പ് ചരിത്രപരമായ ഒരു തിരുത്ത് അണികളുടെ മനസ്സിൽ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഉണ്ടായിടത്തു നിന്നാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതാണ് ന്യായീകരിക്കാൻ, അതാണ് വിശദീകരിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയത്. അവിടുത്തെ ഓരോ വോട്ടർമാരെയും പാർട്ടിയുടെ ഓരോ നേതാക്കൾക്കും കൃത്യമായ അറിവുള്ളതാണ്. അവർ മാറ്റിക്കുത്തിയെങ്കിൽ അതിന് കാരണം പാർട്ടിക്കുണ്ടായ തെറ്റാണ് എന്ന് ഏറ്റുപറയേണ്ടി വരുന്ന സാഹചര്യം ഏറ്റവും കുറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങളിലോ എങ്കിലും ഏറ്റുപറയേണ്ടി വരുന്ന സാഹചര്യം നേതാക്കൾക്കുണ്ടായി എന്നതാണ്. ഇനി UDFന്റെ ഭാഗമായി മത്സരിച്ചു, അതുകൊണ്ട് അവർ വർഗവഞ്ചകരാകുന്നു. അവർക്ക് മത്സരിക്കാൻ മറ്റെന്തു സാധ്യതയാണ് ഉണ്ടായിരുന്നത്? സുധാകരൻ അടക്കം പിന്നീട് പറഞ്ഞല്ലോ, ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ തന്നെ ന്യായീകരിക്കുന്നുമുണ്ട്. ഈ എന്തെങ്കിലും തരത്തിലുള്ള വിഷയാധിഷ്ഠിതമായ പിന്തുണ നൽകുന്നതിനപ്പുറത്തേക്ക് എപ്പോഴാണ് UDFനെ അടച്ചു ന്യായീകരിക്കാൻ ഇവരിൽ ആരെങ്കിലും പോയിട്ടുള്ളത്? ഇപ്പോഴും ഒരു വിമർശനം ഉണ്ടാകുമ്പോഴും പാർട്ടിയെ കുറ്റം പറയുക എന്നതിനപ്പുറത്തേക്ക്, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് തള്ളി പറയുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ തെറ്റെന്താണ് എന്നല്ലേ വി കുഞ്ഞികൃഷ്ണൻ അടക്കം ചോദിക്കുകയും ചെയ്യുന്നത്? രാജ്യത്തെവിടെയും അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയായി CPM മാറിയത് എങ്ങനെയാണ്? കേരളം ഇടതുപക്ഷ മനോഭാവമുള്ളൊരു ഇടം കൂടിയാണ്. ഭരണം മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അവിടെയാണ് ചരിത്രപരമായൊരു തോൽവി പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. എവിടെയും അധികാരത്തിലില്ല. ആകെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോണാണ് ഈ മന്ത്രിസഭയിൽ ഉള്ളത് എന്നതാണ്. ഇനി രാജ്യസഭയിലേക്ക് ഒരു MP 2027 ഇപ്പോഴത്തെ MP-മാരുടെ കാലാവധി പൂർത്തിയായാൽ 35 പേരെ വെച്ച് എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവുക? അവിടെ ഇത്രയും നിർണായകമായ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശബ്ദം വേണ്ടേ? ആ തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള തോൽവി പാർട്ടിക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കേണ്ടേ? അതിനൊരു തിരുത്ത് വേണ്ടേ? തിരുത്തിയവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ വേണമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ പേരാവൂരിലേക്ക് ഒന്ന് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, ഒന്ന് ഈ വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം, പേരാവൂരിലെ വിഷയം. പേരാവൂരിൽ KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ അത് പിടിച്ചെടുക്കാൻ എന്ന് വാദിച്ചവരല്ലേ ഏറെയും? KK ശൈലജയ്ക്ക് അവിടെ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഏറ്റവും കുറഞ്ഞത് പാർട്ടിക്കെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റുക എന്നുള്ള ദൗത്യം അങ്ങനെ തന്നെ അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നതിനപ്പുറത്ത് പേരാവൂര് പിടിച്ചെടുക്കാമെന്നുള്ളതൊരു മൗഢ്യമായിരുന്നു എന്ന് പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്നു. പക്ഷേ അവിടെ പിടിച്ചെടുക്കാൻ ഒരു പാർട്ടി ദൗത്യം എന്ന നിലയ്ക്ക് ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കി വെക്കുകയാണ്. അവിടെ അത് KK ശൈലജയെ രാഷ്ട്രീയമായി അത് ഏറ്റുപറയേണ്ട ബാധ്യത KK ശൈലജയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പേരാവൂരിൽ പോകുന്നു, തോൽക്കുന്നു. വടകരയിൽ നിന്നപ്പോഴെന്താ പറഞ്ഞത്? വടകരയിൽ നിന്നപ്പോൾ എത്ര വലിയ വിജയപ്രതീക്ഷയായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത്? യാഥാർത്ഥ്യബോധത്തോട് നിരക്കുന്നതായിരുന്നു. 1,14,000 വോട്ടിന് തോൽക്കുമെന്ന് കാണാൻ കഴിയാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ?
ശരി, 4000-5000 വോട്ടിന് തോൽക്കുമെന്നുള്ളത് രാഷ്ട്രീയ വിലയിരുത്തലുകൾ തെറ്റുന്നതാണെന്ന് വിചാരിക്കാം. 1,14,000 വോട്ടിന് തോൽക്കുന്നത് കാണാൻ കഴിയാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഈ കാലഹരണപ്പെട്ട കാർക്കശ്യം വെച്ച് പുലർത്തുന്നത് ആരോടാണ്? പാർട്ടി നയങ്ങളിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകാതിരിക്കാൻ കാർക്കശ്യപ്പെടൂ. ഇതങ്ങനെയാണോ? അല്ല. പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു, അതിനെ ആരും തിരുത്തേണ്ടതില്ല, ഒരു പരിഗണനയുമില്ല എന്ന് പുച്ഛിച്ചു ചിരിക്കുക. ആ സമീപനം തന്നെയല്ലേ, ആ ശരീരഭാഷ തന്നെയല്ലേ ഇന്നും ആവർത്തിക്കുന്നത്? അങ്ങനെ ആ ഒരൊറ്റ ചിരിയുടെ പേരിലാണ് സുധാകരൻ മറിച്ചൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായത്. അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞ അതേ ശരീരഭാഷയും അതേ വിലയിരുത്തലുകളും അതേ വേദനിപ്പിക്കുന്ന വാക്കുകളും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കാലഹരണപ്പെട്ട കാർക്കശ്യം ആരോടാണ് കാണിക്കുന്നത്? വോട്ടർമാരോടോ? ഇല്ല, ഈ തലമുറയോട് നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ വെച്ച് എങ്ങനെയാണ് സംവദിക്കുക? നമ്മൾ പൂക്കി എന്നും ജെൻസി എന്നും വിളിക്കുന്ന ഈ തലമുറയോട് അവരോട് രാഷ്ട്രീയം പറയാൻ ഈ ഡിക്ഷണറി മതിയോ? ഈ വൊക്കാബുലറി മതിയോ? ഇത് വെച്ച് എങ്ങനെയാണ് സംവദിക്കുക? അപ്പോൾ തിരുത്തു വേണമെന്ന് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇനി വേറെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് തിരുത്തുക എന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, തളിപ്പറമ്പിലുണ്ടായ പരാജയവും പയ്യന്നൂരിലുണ്ടായ പരാജയവും പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഉണ്ടായതാണ്. അതല്ലെങ്കിൽ പാർട്ടി തിരുത്തേണ്ടതുണ്ട് എന്നൊരു ചർച്ച അടിസ്ഥാന ഘടകങ്ങളിൽ പോലും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തിരുത്താൻ വേണ്ടി ഉള്ള തോൽവിയാണ് അത് എന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എം വി ജയരാജൻ അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിന്, ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹത്തിന് തിരുത്തുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ? അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അലക്കി അതിലെ മുഴുവൻ അഴുക്കും പുറം സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അത്രയും ഒരു വിവേചന ബുദ്ധി വേണ്ടേ? അത് അങ്ങനെ സംഭവിച്ചു. അദ്ദേഹത്തോട് ചോദിക്കണം, അങ്ങനെ പൊതുസമൂഹത്തിൽ അത് പറയേണ്ടതില്ല, അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു പാർട്ടി തീരുമാനമില്ല, വിമതരെ തിരിച്ചു കൊണ്ടുവരാൻ പാർട്ടി തീരുമാനമില്ലാത്ത സമയത്ത് എം വി ജയരാജൻ ഏകപക്ഷീയമായി അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് പാർട്ടി സെക്രട്ടറിക്ക് ചോദിച്ചുകൂടെ? അദ്ദേഹം മിണ്ടാതെ പോകുന്ന മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട്? അതിലൊന്നും ഉൾപ്പെടുത്താതെ ഇത് പുറത്തു കൊണ്ടുവന്ന് വെച്ച് വീണ്ടും വീണ്ടും ഈ വർഗവഞ്ചകർ, ചതിയന്മാർ, കുലംകുത്തി എന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇത്തരം വാക്കുകൾ എടുത്തിട്ടലക്കി വീണ്ടും വീണ്ടും മോശപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിവേചന ബുദ്ധി ഇല്ലായ്മയെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. തിരുത്തേണ്ടത് പാർട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് എം വി ജയരാജൻ നടത്തിയ ആ അഭിമുഖത്തോട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം രണ്ട് തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒന്ന്, സംസ്ഥാനത്തെ മുഴുവൻ ചർച്ചകളും സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട്, കരിമണലുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശിനെതിരെ പൊതു ചർച്ചകളും പൊതുബോധവും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിവാദത്തിന് വീണ്ടും വഴി തുറന്നത് എന്നുള്ളതാണ്. എം വി ജയരാജൻ അവിടെ ഒരു പ്രതികരണം നടത്തി. എം വി ജയരാജൻ നടത്തിയ പ്രതികരണത്തെ എനിക്ക് തോന്നുന്നു PB തന്നെ നടത്തിയ വിശകലനവുമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ വിശകലനവുമായും ഏറെക്കുറെ ചേർന്ന് പോകുന്നതായിരുന്നു എം വി ജയരാജൻ നടത്തിയ ആ അഭിമുഖത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്, തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്, മറ്റു പല ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു വാചകം അദ്ദേഹം പറഞ്ഞത്, തിരുത്തേണ്ടത് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് എം വി ജയരാജൻ പറഞ്ഞത്. വിമത MLA-മാരെ ഉദ്ദേശിച്ചു പറഞ്ഞിരുന്നതാണ്. നിലവിൽ അങ്ങനെയാണ് ഒരു നേതാവ് പറയുക, അല്ല ഞങ്ങൾ തിരുത്തി നിങ്ങൾ ഇനി തിരിച്ചു വരൂ എന്നുള്ളതല്ലല്ലോ പറയുക. പക്ഷേ അങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ പോലും കാര്യമായ രീതിയിൽ ഒരു ആഘാതം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ എം വി ഗോവിന്ദൻ മാഷ് വന്ന് അത് പ്രതികരിച്ച് കുറച്ചുകൂടി നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുളമാക്കി എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് തരത്തിൽ പാർട്ടിയെ അത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒന്ന്, പാർട്ടി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ നടപടികളോടുള്ള ആത്മാർത്ഥത, ഒന്ന് അത് പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. രണ്ടാമത്തത്, പൊതുവെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളുടെ ആംഗിൾ മാറ്റാനും വാർത്തയുടെ ദിശ മാറ്റാനും അത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എല്ലാ പ്രധാനപ്പെട്ട ചർച്ചകളും പ്രധാനപ്പെട്ട വാർത്തയുടെ ഹെഡ്ലൈനുകളും തിരിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ CPM-ൻ്റെ ഈ ഘട്ടത്തിൽ അത് വേണ്ടിയിരുന്നോ? നോക്കൂ, ഇത് നമ്മൾ എത്രയോ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പ്രാദേശികമായി കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്ത് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി, ജില്ലാ കമ്മിറ്റി വിലയിരുത്തി, അത് സംസ്ഥാന കമ്മിറ്റിയിലെത്തി, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി, പോളിറ്റ് ബ്യൂറോയിലെത്തി, അവിടെ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച്, എന്നാൽ സംസ്ഥാന ഘടകത്തിൻ്റെ റിപ്പോർട്ടിലെ പല ഘടകങ്ങളോടും വിയോജിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ വീണ്ടും അത് പൊതുസമൂഹത്തിന് മുന്നിലിട്ട് അലക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ന്യായമായിട്ടുള്ളൊരു സംശയം. അവിടെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദ മാഷ് കുറച്ചുകൂടി ഒരു സംയമനം പാലിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. നോക്കൂ, ഇതിൽ 3 കാര്യങ്ങളാണ് ഇപ്പോൾ വിമത MLA-മാർ മറുപടി പറയണമെന്ന് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്ന്, PMC-യുമായി സർക്കാർ
എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ PMC-യുമായി സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന് വിമത MLA-മാർ പറയണം എന്നുള്ളതാണ്. അതവർ പറയണോ പറയണ്ടോ എന്നുള്ളത് അവർ തീരുമാനിക്കും. ഇപ്പോൾ അവർ വിമത MLA-മാരായി നിൽക്കുന്നവരല്ല, അവർ UDF-ന്റെ പിന്തുണയോടുകൂടി ജയിച്ചു നിൽക്കുന്ന MLA-മാരാണ്. രണ്ടാമത്തത് SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥനെ CM ഓഫീസിൽ നിയമിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് അദാനി സതീശൻ വിഴിഞ്ഞം ഡീലിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് നിങ്ങളുടേത് ഞങ്ങളുടെ ലൈനാണോ എന്നുള്ളതാണ്. ഇവർ ഈ വിഷയങ്ങളിൽ ഇവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യമായിട്ടില്ല എന്നുള്ളതാണ്. അവരവരുടെ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പോയവരാണ്. UDF-ന്റെ പിന്തുണയോടുകൂടി MLA ആയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇവർ പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം, പാർട്ടി ചെയ്യേണ്ടത് ചെയ്തോ എന്നുള്ളതാണ്. ഇവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു കൃത്യത വരുത്തിയിട്ടുണ്ടോ, പാർട്ടിക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. നോക്കൂ, ഈ 3 വിഷയങ്ങളിലല്ല പാർട്ടി നൽകേണ്ട ഒരു മറുപടിയുണ്ട്. ഇന്ന് MV ജയരാജന് പിന്നീട് അത് തിരുത്തേണ്ടി വന്നു. MV ജയരാജന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് ശേഷം പിന്നീട് അതിനെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം എന്താ? തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് MV ഗോവിന്ദൻ മാഷിനെ പ്രകോപിപ്പിച്ചത്. തളിപ്പറമ്പിലെ അടക്കം സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയിട്ടുണ്ട് എന്നുള്ളതാണ് MV ജയരാജൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഇത് ആദ്യമായിട്ടല്ലല്ലോ. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞതെന്താ? പാർട്ടിയെ കടന്നാക്രമിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് മാധ്യമ വാർത്തയായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഔചിത്യം കാണിക്കണമായിരുന്നു എന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? എക്സാക്ട് വേർഡ് അങ്ങനെ തന്നെയാണ്. ആ ഔചിത്യം കാണിക്കണം. ആ ഔചിത്യം എവിടെ കാണിച്ചില്ല? തളിപ്പറമ്പിൽ കാണിച്ചില്ല എന്നുള്ളിടത്താണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഔചിത്യം കാണിച്ചിരുന്നുവെങ്കിൽ PK ശ്യാമളയ്ക്ക് പകരം അവിടെ ഒരുപക്ഷേ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എത്തുമായിരുന്നു. ഒരുപക്ഷേ ശൈലജ ടീച്ചർ എത്തുമായിരുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളെ അവിടേക്ക് നിർദ്ദേശിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടായില്ല. PK ശ്യാമളയെ നിർത്തി. PK ശ്യാമളയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ ചോദ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ MA ബേബി പറഞ്ഞതൊരു പോയിന്റ് അല്ലേ? എപ്പോഴെങ്കിലും പാർട്ടിയെ കടന്നാക്രമിക്കത്തക്ക രീതിയിൽ ഒരു അവസരം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് തളിപ്പറമ്പിലും മറ്റൊന്ന് എവിടെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയത്? പയ്യന്നൂരിലുമാണ്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയത് കൊണ്ടാണ് 7427 വോട്ടിന് അവിടെ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു വന്നത്. അവിടെ മധുസൂദനൻ അല്ലെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവൂല. അവിടെ 50,000 1,00,000 വോട്ടിൻ്റെ പിന്തുണയുള്ള പയ്യന്നൂർ മണ്ഡലത്തിൽ അവിടെ ആ വോട്ട് ആൻറ്റി മധുസൂദനൻ വോട്ടാണ്. അത് ഇൻ ഫേവർ ഓഫ് കുഞ്ഞികൃഷ്ണനാണ് പോയിരിക്കുന്നത്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ പറയില്ല കുഞ്ഞികൃഷ്ണൻ ഒരു വർഗവഞ്ചകനാണ് എന്നുള്ളത്. ഞാൻ ആ പദത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ആദ്യ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, പാർട്ടി തിരുത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി ഒരു പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളെ കണ്ടേക്കാം. അപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റി, സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അത് തന്നെയാണ് ആര് ചൂണ്ടിക്കാണിച്ചത്? എന്താ ഈ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാനുള്ള കാരണം? മധുസൂദനൻ മത്സരിക്കാൻ വരുന്നു, ഒറ്റ കാര്യം. മധുസൂദനൻ മത്സരിക്കാൻ വന്നാൽ ഞാൻ മത്സരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത്. മധുസൂദനുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ ഉയർത്തിയ കാര്യങ്ങൾ അത് ശരി, പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളാണ്, പാർട്ടി വിശദീകരിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ കുഞ്ഞികൃഷ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കി, അത് പാളിപ്പോയി. അത് കുഞ്ഞികൃഷ്ണനെ മാത്രമല്ല, കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്ന പാർട്ടിയുടെ വിവിധ ഏരിയ സെക്രട്ടറിമാരെ, വിവിധ ബ്രാഞ്ച് ഘടകങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ ആർക്കൊപ്പം നിന്നു? കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്നു. കുഞ്ഞികൃഷ്ണൻ പറയുന്നതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി. പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി എന്നവർ ബോധ്യപ്പെട്ടു. അത് പാർട്ടിക്ക് എന്തേ ബോധ്യപ്പെടാത്തത്? അങ്ങനെ നിൽക്കുമ്പോൾ പാർട്ടിയെ തിരുത്തിയ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ പോലെ അണികൾ നേതൃത്വത്തെ തിരുത്തുന്നു എന്ന് പറയുന്നത് പോലെ വോട്ടർമാരായ ഇടതുപക്ഷ CPM സഹയാത്രികരും CPM അംഗങ്ങളും കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തത് വർഗവഞ്ചകരെന്ന് കരുതിയിട്ടല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വർഗവഞ്ചകൻ എന്നുള്ളൊരു ചാപ്പ വീണ്ടും കുഞ്ഞികൃഷ്ണന് കുത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ട്, ഇതേ കാര്യം തന്നെയാണ് TK ഗോവിന്ദൻ്റെ കാര്യത്തിലുമുള്ളത്. TK ഗോവിന്ദ മാഷ് ശരിയാണ്. TK ഗോവിന്ദ മാഷ് ഉയർത്തിയ ഒരു പ്രശ്നത്തിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം, അധികാരമോഹം എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ TK ഗോവിന്ദൻ്റെ കാര്യത്തിലും ബാധകമാണ് എന്നത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. 15 വർഷക്കാലം തുടർച്ചയായി 3 തവണ MLA ആയിട്ടില്ലേ? 1996, 2001, 2021 തളിപ്പറമ്പിൽ MV ഗോവിന്ദ മാഷ് MLA ആയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, 30 വർഷമായി TK ഗോവിന്ദനും പാർട്ടി തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന വിവിധ തസ്തികകളിലും ചുമതലകളിലുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ, ക്ലേ ആൻഡ് സിറാമിക്സിൽ, അതേപോലെ ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറിയായി തുടങ്ങി പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായി, ക്ലേ ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാനായി, ഹാൻഡ് വീവിൻ്റെ ചെയർമാനായി, അങ്ങനെ ഒട്ടുമിക്കവാറും പദവികളിലായിരുന്നു കഴിഞ്ഞ 30 വർഷക്കാലം TK ഗോവിന്ദൻ. പാർട്ടി അനുവദിച്ചു കൊടുത്ത പദവികളിലാണ് കേട്ടോ. അവിടെ അതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ MV ഗോവിന്ദൻ മാഷ് 3 തവണ MLA ആകുമ്പോൾ 96-ൽ MLA ആകുന്ന ഘട്ടം, അത് കഴിഞ്ഞ് 2001, ഈ ഘട്ടങ്ങളിലൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. ആകെ
മാർക്ക് ഗവൺമെന്റിന്റെ ഭാഗമായത് 2021 മന്ത്രിയാവുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ്. അതും പാർട്ടി സെക്രട്ടറി ആകാൻ അത് വേണ്ടി പാർട്ടി സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ നിന്ന് മാറുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ അങ്ങനെ വലിയ അധികാരമോഹിയാണ് എം വി ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നതിനോട് ഞാൻ വ്യക്തിപരമായി യോജിക്കില്ല. അത് ടി കെ ഗോവിന്ദൻ തന്നെ പറയുമ്പോൾ ടി കെ ഗോവിന്ദനാണോ പാർട്ടിയുടെ ഔദ്യോഗിക പദവികൾ കൂടുതൽ ഉപയോഗിച്ചത്, എം വി ഗോവിന്ദൻ മാഷാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏകദേശം ഈക്വൽ ബാലൻസ്ഡ് ആണ്. എം വി ഗോവിന്ദന് ശേഷം പി കെ ശ്യാമള എന്ന് പറയുന്നത് അതാണ് ആ സ്ഥാനാർത്ഥി തന്നെ. അവിടെയാണ് എം എ ബേബി പറഞ്ഞത് ശരിയാകുന്നതും ടി കെ ഗോവിന്ദനും ഉയർത്തിയ ആ വിമത ശബ്ദത്തിന് പ്രാധാന്യമേറുന്നതും അവിടെയാണ്. അവിടെ ടി കെ ഗോവിന്ദൻ പറഞ്ഞത് കറക്റ്റാണ്. എവിടെ ഈ തിരിച്ച് നിങ്ങൾ 15 വർഷത്തിന് ശേഷം വീണ്ടും ഇതാ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന നരേറ്റീവിന് ഇട വന്നു എന്നുള്ളതാണ്. ആ നരേറ്റീവിന് ഇട വന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അത് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി ചോദിച്ചില്ലേ ആരാണ് നിർദ്ദേശിച്ചത്? പി കെ ശ്യാമളെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചോ? നിങ്ങൾ ഏരിയ കമ്മിറ്റി നിർദ്ദേശിച്ചോ? എല്ലാ ഇടങ്ങളിലും പി കെ ശ്യാമളെ ഒഴിവാക്കണമെന്നായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് പി കെ ശ്യാമള എന്ന പേര് മുകളിൽ നിന്ന് താഴേക്ക് വന്നത്? ഈ ചോദ്യമാണ് ചോദിച്ചത്. ഇത് തന്നെയാണ് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രശ്നം. അപ്പോൾ പാർട്ടി തന്നെ അംഗീകരിച്ച് പാർട്ടി തന്നെ ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ വീണ്ടും ആ ബോധ്യപ്പെടലിന് എതിരായിട്ട് പാർട്ടി സെക്രട്ടറി വൈകാരികമായി പ്രതികരിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 2 ആംഗിളിൽ, ഒന്ന് വാർത്തയുടെ ആംഗിൾ തിരിച്ചിരിക്കുന്നു, ദിശ തിരിച്ചിരിക്കുന്നു. 2 പാർട്ടി തന്നെ തെറ്റ് തിരുത്തുന്നു എന്ന തോന്നലിൽ നിന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തിരിച്ചു വന്ന് തെറ്റ് തിരുത്തുന്ന വിഷയങ്ങളിൽ വീണ്ടും പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഒരു കാര്യം കൂടി, ഇനി ഈ പദപ്രയോഗങ്ങളെ കുറിച്ചാണ്. പാർട്ടി ഈ സെക്രട്ടറി ഇവർ രണ്ടുപേരെയും വിമതരെ ഉപയോഗിക്കുന്ന വാക്ക് വർഗവഞ്ചകർ എന്ന വാക്കാണ്. എനിക്കൊന്ന് ടി പിക്ക് ശേഷം പിന്നീട് കുലംകുത്തി എന്നുള്ള വാക്ക് കേരളത്തിൽ ഒരു CPM നേതാവും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുലംകുത്തിയാണ് അദ്ദേഹം. എനിക്കൊന്ന് എം മണിയോ മറ്റോ ഇടയ്ക്കോടെ എപ്പോഴോ ഉപയോഗിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ഗൗരവത്തോടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള. എന്തുകൊണ്ടാണ് കുലംകുത്തി എന്ന വാക്കിന് ഉപയോഗിക്കാൻ മടിക്കുന്നത്? കുലംകുത്തി, വർഗവഞ്ചകൻ, ഇങ്ങനെ പരമ്പരാഗതമായ മാർക്സിസ്റ്റ് ഭാഷാ നിഘണ്ടുവിലുള്ള പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടു എന്നുള്ളതല്ലേ വാസ്തവം? ഇന്ന് വർഗവഞ്ചകൻ എന്ന് ഏതെങ്കിലും ഒരു CPMന്റെ DYFI പ്രവർത്തകരുടെ മുഖത്ത് നോക്കി വിളിച്ചാൽ പണ്ടത്തതുപോലുള്ള ആഘാതമാണോ ഉണ്ടാവുക, തമാശയാണോ ഉണ്ടാവുക? അത് തമാശവൽക്കരിക്കപ്പെട്ടൊരു വാക്കായി മാറിയിട്ടുണ്ട് ഈ വർഗവഞ്ചകൻ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. 1918 ലെനിന് ഈ കൗട്സ്കിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ക്ലാസ് ട്രൈറ്റർ എന്ന പ്രയോഗം നടത്തുന്നത്. റിനിഗേഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുലൻകുത്തിയും വർഗവഞ്ചകനുമാണ്, ക്ലാസ് ട്രൈറ്ററാണ് താങ്കൾ എന്ന് കൗട്സ്കിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നുണ്ട്. പ്രോലിറ്റേറിയൻ റെവല്യൂഷൻ ആൻഡ് റിനിഗേഡ് കൗട്സ്കി എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. ആ ലേഖനത്തിൽ വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുന്ന 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇയാൾ വർഗവഞ്ചകനാകുന്നതെന്ന് അറിയാമോ മധു? വർഗവഞ്ചകനാകുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇന്റർനാഷണൽ പ്രോലിറ്റേറിയസത്തിനെതിരായി 1-ാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുത്തു. അതുകൊണ്ട് അദ്ദേഹം ഒരു വർഗവഞ്ചകനാണ്. രണ്ടാമത്തേതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബോൾഷെവിക്സികളുടെ ഈ വയലൻ്റ് ആയിട്ടുള്ള വിപ്ലവത്തെ തള്ളിപ്പറഞ്ഞ് സമാധാനപരമായ രീതിയിൽ സോഷ്യലിസ്റ്റ് ജനാധിപത്യം സ്ഥാപിക്കുമെന്ന് വിശ്വസിച്ചു. ഇതാണ് കൗട്സ്കി ചെയ്ത കുറ്റം. ഇതിനെയാണ് കൗട്സ്കിയെ നിങ്ങൾ വർഗവഞ്ചകർ എന്ന് വിലയിരുത്തിയത്. ഇന്ന് യഥാർത്ഥത്തിൽ കൗട്സ്കി പറഞ്ഞ ലൈനിലല്ലേ കേരളത്തിലെ പാർട്ടി അടക്കം പ്രവർത്തിക്കുന്നത്? ഇന്നാരെങ്കിലും വയലൻ്റ് ഓവർത്രോയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നത്? സമാധാനപരമായ ജനകീയ ജനാധിപത്യം സ്ഥാപിക്കുകയല്ലേ ചെയ്യുന്നത്? അന്ന് ലെനിൻ വിളിച്ച കാൾ കൗട്സ്കിയുടെ ജനകീയ ജനാധിപത്യ ലൈൻ ഇന്നിപ്പോൾ പാർട്ടിയും പാർട്ടി നേതാക്കളും അംഗീകരിക്കുമ്പോൾ ആ വാക്ക് തന്നെ കാലഹരണപ്പെട്ടു പോയി. അതിൻ്റെ അർത്ഥം തന്നെ കോണ്ടെക്സ്റ്റ് വൈസ് മാറിയിട്ടുണ്ട്. അത് മാറിക്കഴിഞ്ഞിട്ട് പുതിയ തലമുറയുടെ മുന്നിൽ വർഗവഞ്ചകനാണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾക്കൊന്നും ആ അർത്ഥത്തിൽ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള ആഴം പലപ്പോഴൊന്നും ഇപ്പോൾ കിട്ടില്ല എന്നുള്ളതാണ്. ആ പദപ്രയോഗങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് തോറ്റത്? സ്ഥാനാർത്ഥി നിർണയം പാളി, മുദ്രാവാക്യം പാളി, സംഘടനാ തലത്തിൽ ദൗർബല്യമുണ്ടായി, ജനകീയമായിട്ടുള്ള വികാരം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വിഷയങ്ങളിൽ മൈനോറിറ്റി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾക്ക് അത് തിരിച്ചടിയായിട്ട് മാറി. ഇതെല്ലാം നമ്മൾ പാർട്ടി വിലയിരുത്തിയതല്ലേ. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് എല്ലാവർക്കും അറിയാവുന്ന ഭാഷയിൽ വളരെ നിർഭയത്തോടു കൂടി ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ തന്നെ പ്രശ്നമാണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തന്നെ പ്രശ്നമാണ്, നിങ്ങൾ സംസാരിക്കുന്നത് പ്രശ്നമാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇതൊക്കെ തന്നെയും ബോധ്യപ്പെട്ട് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് കുടുംബത്തിൽ തന്നെ എതിരഭിപ്രായമുണ്ട് എന്ന മട്ടിൽ. അത് ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്തായാലും നിർഭാഗ്യകരമായി പോയി ഇന്നത്തെ വിലയിരുത്തൽ എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ പാർട്ടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത്
ഇതൊന്നും അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ പാർട്ടി ഈ പറയുന്ന 2 മാസത്തിനുള്ളിൽ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കഴമ്പുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ പാർട്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പാർട്ടിക്ക് എപ്പോഴും ജനങ്ങൾ പാർട്ടി വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്ഷേമപ്രവർത്തനമാവട്ടെ, മതേതരത്വ വിഷയമാവട്ടെ, ഏതെങ്കിലും തരത്തിൽ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, ഈ വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷത്തെ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ തിരിച്ചുവരവിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു, തിരുത്ത് നടത്തുന്നു എന്നുള്ളത് CPM-ൽ മാത്രം പോരല്ലോ, LDF-ൽ കൂടി വേണമല്ലോ. LDF-ൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? CPI-യുമായി ബന്ധപ്പെട്ട അധികാര പ്രശ്നമാണ്. ഉപനേതൃ പദവി നൽകണം എന്ന ആവശ്യം CPI മുന്നോട്ട് വെക്കുന്നു. അവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെയാണോ ഒരു സഖ്യകക്ഷിയുടെ ഒരു ആവശ്യത്തെ, വളരെ ജനുവിൻ എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്ന ഒരു ആവശ്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് മാധ്യമങ്ങൾക്ക് മുന്നിൽ? അതവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് PP സുനിൽ അടക്കമുള്ള നേതാക്കൾ വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറി സുധാകരന്റെ കാര്യത്തിൽ ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അധിക്ഷേപകരമോ അപമാനകരമോ ആയ ഒരു പ്രയോഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് LDF-ന് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിക്ക് നേരെ ഉണ്ടായത്. അതിനെ അധികാരത്തിന്റെ ഇതുകൊണ്ടല്ലാതെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഞങ്ങൾ ഈ വെല്ലേട്ടൻ മനോഭാവത്തിന്റെ കാഴ്ചപ്പാടിലല്ലാതെ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? അത് LDF-ൽ ചർച്ച ചെയ്യും, അതിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട്, ഇനി പ്രശ്നമുണ്ടെങ്കിൽ LDF കൂടി തീരുമാനിക്കും എന്നായിരുന്നില്ലേ അദ്ദേഹം പ്രതികരിക്കേണ്ടത്? അല്ല, പ്രതിപക്ഷ നേതാവ് പദവി ഉപനേതൃപദവി പ്രതിപക്ഷ നേതൃപദവി LDF ചർച്ച ചെയ്തില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിക്ക് സ്വാഭാവികമായും പ്രതിപക്ഷ ഉപനേതാ പദവി അവർ തീരുമാനിച്ചു. ഉപനേതൃ പദവി വേണമെന്ന് CPI ആവശ്യപ്പെട്ടുവല്ലോ. അവർക്കത് ആവശ്യപ്പെടാനുള്ള വേദി ഏതാണ്? LDF ചേരുന്നു തന്നെ ഇല്ല. ഈ വിവാദ വിഷയങ്ങൾ അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകുന്നുണ്ട്. അതിൽ സമരപരിപാടിയിൽ ഐക്യപ്പെട്ടുള്ള സമരം വേണമെന്ന് CPIക്ക് ആവശ്യമുണ്ട്. ആ സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ LDF ചേരാത്തതിന്റെ കാരണം എന്തെന്ന് നമ്മളുടെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട അവകാശവാദം CPI ഉന്നയിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം അത് അങ്ങനെ സംസാരിച്ചുകൂടെ? നമ്മൾ ഈ ഭാഷ നവീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശരി, ഇനി അത് അനാവശ്യമായ ഒരു ആവശ്യമാണെന്ന് CPM വിചാരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോഴും എന്താ പറയേണ്ടത്? ഞങ്ങൾ തമ്മിലൊരു ഉഭയകക്ഷി ചർച്ചയിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്നല്ലേ? അല്ലാതെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണോ പറയേണ്ടത്? ഏതെങ്കിലും പ്രസ്ഥാനത്തെ അപമാനിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമൊന്നുമല്ല. ആ പറയുന്നതിനകത്തെ പ്രയോഗങ്ങളിലേക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില കാലഹരണപ്പെട്ട പഴകിപ്പോയ പ്രയോഗങ്ങളും ശൈലികളും ഒന്നും പുതിയ തലമുറയ്ക്ക്, പുതിയ കാലത്ത് ഈ ക്യാമറ തുറന്നു വെച്ചിരിക്കുന്ന ഈ സാമൂഹിക മാധ്യമ കാലത്ത് വിലപ്പോവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ വാക്ക് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള വാക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് ഈ വാക്കുകളെല്ലാം ചർച്ചയാക്കപ്പെടുന്നത്. അതുകൊണ്ട് അതൊക്കെ തിരുത്തി മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് കൊള്ളാം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തിരുത്തേണ്ടത് പാർട്ടിയോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.